നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇക്വിറ്റി ഡെറിവേറ്റീവ് സെഗ്മെന്റിലെ ട്രേഡിംഗ് സമയം 10 മിനിറ്റ് കൂടി നീട്ടുവാൻ തീരുമാനിച്ചിരിക്കുന്നു. പുതിയ നിയമപ്രകാരം 2026 ഓഗസ്റ്റ് 3 മുതൽ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് വിപണി സാധാരണ സമയമായ വൈകുന്നേരം 3:30 പകരം 3:40 മാത്രമേ അവസാനിക്കുകയുള്ളൂ. അതേസമയം രാവിലെ 9:15 മാർക്കറ്റ് ഓപ്പണിംഗ് സമയത്തിലും വൈകുന്നേരം 4:15 വരെയുള്ള ട്രേഡ് മോഡിഫിക്കേഷൻ വിൻഡോയിലും യാതൊരു മാറ്റവും ഉണ്ടാകില്ല. പുതിയ സമയക്രമം വരുന്നതോടെ ശരാശരി വില കണക്കാക്കുന്ന വോളിയം വെയ്റ്റഡ് ആവറേജ് പ്രൈസ് വിൻഡോ നിലവിലെ 3 മുതൽ 3:30 എന്നതിൽ നിന്നും മാറി വൈകുന്നേരം 3:10 മുതൽ 3:40 വരെയായി പുതുക്കി നിശ്ചയിക്കും. ക്യാഷ് മാർക്കറ്റിൽ നടപ്പിലാക്കാൻ പോകുന്ന പുതിയ ക്ലോസിംഗ് ഓപ്ഷൻ സെക്ഷൻ സമ്പ്രദായവുമായി ഡെറിവേറ്റീവ്സ് മാർക്കറ്റിനെ ഒത്തുപോകാൻ സഹായിക്കുക എന്നതാണ് ഈ 10 മിനിറ്റ് നീട്ടലിന് പിന്നിലെ പ്രധാന ലക്ഷ്യം. ക്യാഷ് മാർക്കറ്റിലെ ലേലം വൈകുന്നേരം 3:15 മുതൽ 3:35 വരെയാണ് നടക്കുക. ഈ സമയത്ത് ഓഹരികളുടെ യഥാർത്ഥ വില നിശ്ചയിക്കപ്പെടുമ്പോൾ ഡെറിവേറ്റീവ്സ് വ്യാപാരികൾക്ക് അതിനനുസരിച്ച് തങ്ങളുടെ പൊസിഷനുകൾ മാറ്റാനോ ഹെഡ്ജ് ചെയ്യാനോ ആവശ്യമായ സമയം ലഭിക്കുന്നതിനാണ് F&O വിപണി 3:40 വരെ തുറന്നു പ്രവർത്തിക്കുന്നത്. ഈ മാറ്റം വിപണിയെ ട്രേഡർമാരെ വിവിധ രീതിയിൽ ബാധിക്കും. ഇൻട്രഡേ ഓപ്ഷൻസ് ട്രേഡർമാർക്ക് വിപണിയിലെ അവസാന നിമിഷങ്ങളിലെ വില വ്യതിയാനങ്ങൾക്കനുസരിച്ച് തങ്ങളുടെ പൊസിഷനുകൾ സ്ക്വയർ ചെയ്യാനും റിസ്ക് മാനേജ് ചെയ്യാനും 10 മിനിറ്റ് അധികം ലഭിക്കുമെന്നത് വലിയൊരു അനുകൂല ഘടകമാണ്. കൂടാതെ അവസാന നിമിഷത്തിൽ വൻകിട നിക്ഷേപകർ നടത്തുന്ന അപ്രതീക്ഷിത ട്രേഡുകൾ മൂലം വിലയിലുണ്ടാകുന്ന വലിയ കൃത്രിമത്വവും അസ്ഥിരതയും കുറയ്ക്കാനും കൃത്യമായ വില നിർണ്ണയിക്കാനും ഇത് സഹായിക്കും. എന്നാൽ കമ്പ്യൂട്ടർ അധിഷ്ഠിത അൽഗോ സിസ്റ്റം ഉപയോഗിക്കുന്ന ട്രേഡർമാർ തങ്ങളുടെ സോഫ്റ്റ്വെയറുകളിലെ സമയക്രമവും അവസാന നിമിഷത്തെ എക്സിക്യൂഷൻ ലോജിക്കും ഈ പുതിയ രീതിയിലേക്ക് മാറ്റേണ്ടതുണ്ട്. ട്രേഡിംഗ് സമയം നീട്ടിയെങ്കിലും മാർജിൻ ആവശ്യകതകളിലെ ക്ലോസിംഗ് പ്രൈസ് കണക്കാക്കുന്ന അടിസ്ഥാന രീതികളിലെ NSE മറ്റു മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല.